ഇനി എന്തൊക്കെ സംഭവിച്ചാലും യൂറോപ്യൻ രാജ്യങ്ങൾ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഇറാനൊപ്പം തന്നെ നിൽക്കാനാണ് റഷ്യയുടെ തീരുമാനം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിന് കൃത്യ മറുപടി നൽകാൻ അവിടെ ചങ്കൂറ്റമുള്ള ഒരു രാജ്യമേ ഉള്ളൂ, അത് ഇറാൻ തന്നെയാണ്. ആ രാജ്യത്തിന്റെ ആണവമോഹത്തിന് കുറുകെ കത്തിവെക്കുന്നത് ആരുമാകട്ടെ അവരെ വേണ്ട രീതിയിൽ തന്നെ കാണുമെന്നാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ചോദ്യം: ഇറാൻ റഷ്യ കൂട്ടുകെട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വീണ്ടും ഉപരോധ ഭീഷണികൾ നേരിടുന്ന നിർണായക ഘട്ടത്തിൽ ഇറാൻ റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അടുത്തിടെ അമേരിക്കയുമായി അലാസ്കയിൽ നടന്ന ഉച്ചകോടിയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള ശക്തികൾക്കിടയിലെ മാറുന്ന സമവാക്യങ്ങളെയും റഷ്യ ഇറാൻ സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെയും ഈ സംഭാഷണം എടുത്തു കാണിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ബന്ധങ്ങൾക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് വിധേയരായ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു. ഇസ്രായേലുമായി നടന്ന 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ആണവ നിരീക്ഷണ ഏജൻസിയായ IAEAയുമായുള്ള സഹകരണം ഇറാൻ നിർത്തിവെച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ്. ആണവ നിർവ്യാപന കരാറുകളെയും ആഗോള സുരക്ഷയെയും സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ നിരന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന്റെ ആണവ പദ്ധതിക്ക് നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ പുതിയ ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ ഈ നീക്കത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളുമായി രംഗത്തും വന്നിട്ടുണ്ട്. ഈ നയതന്ത്ര സംഘർഷം മേഖലയിലെ സമാധാനത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം രാഷ്ട്രീയപരമായ ഒരു കൂട്ടുകെട്ടല്ല, സാമ്പത്തികവും സൈനികപരവുമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇതിന് പിന്നിലുള്ളത്. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ റഷ്യയ്ക്ക് ഒരു പ്രധാന സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ മേഖലയെയും ലക്ഷ്യമിട്ടിട്ടുള്ള യൂറോപ്പിന്റെ സാമ്പത്തിക യുദ്ധത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ പുടിന് ഇറാന്റെ പിന്തുണ അത്യാവശ്യവുമാണ്. കൂടാതെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുക എന്ന റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമായും ഈ സഹകരണം നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇറാനെ സൈനികമായി സഹായിക്കുന്നതിലൂടെ മേഖലയിൽ റഷ്യയുടെ സാന്നിധ്യം ശക്തമാകുകയും അതുവഴി US-ന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവുമായുള്ള പുടിന്റെ കൂടിക്കാഴ്ച ഈ തന്ത്രപരമായ സഖ്യം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഈ നീക്കം യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായിട്ടുള്ള UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് അവർ സമ്മതിക്കുന്നേയില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഭയം ആഗോള ആണവ നിർവ്യാപന കരാറുകൾ ദുർബലമാക്കാൻ ഇടയാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. 2015 രൂപം കൊണ്ട ഇറാൻ ആണവ കരാറിൽ നിന്ന്, അതായത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. ഈ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരുന്നത് സ്ഥിതിഗതികൾ വഷളാക്കുന്നു. ഒരുപക്ഷെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അത് പശ്ചിമേഷ്യയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇറാനെ ഭയപ്പെടുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. ഇതൊരു പുതിയ യുദ്ധത്തിന് പോലും കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ആഗോള സാമ്പത്തിക ഭാവിക്കും അതുപോലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യ ഇറാൻ സഹകരണം യൂറോപ്പ്, US, ഇസ്രായേൽ കൂട്ടുകെട്ടിന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നതിൽ സംശയമേ ഇല്ല. ചുരുക്കത്തിൽ പുടിന്റെ ഇറാൻ ആണവ പദ്ധതിക്കുള്ള പിന്തുണ റഷ്യയുടെ സ്വന്തം താൽപ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്ന് തന്നെയാണ്. ഈ വിഷയത്തിൽ UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുടെ നിലപാട് ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഈ സംഘർഷം എങ്ങനെ വികസിക്കുമെന്നും അത് ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.
റഷ്യയുടെ ഇറാൻ പിന്തുണ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വെല്ലുവിളിയാണ് ഇത് പ്രധാനമായും സൃഷ്ടിക്കുന്നത്. ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. ഈ ബന്ധം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെ സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ആണവ പദ്ധതിക്ക് പുടിൻ നൽകുന്ന പിന്തുണ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. റഷ്യ ഇറാന് സൈനിക സഹായം നൽകുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുക എന്നത് റഷ്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇറാന് അത്യാധുനിക ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക സാങ്കേതിക വിദ്യ എന്നിവ നൽകുന്നതിലൂടെ റഷ്യ ഈ ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിക്കുന്നു. ഇത് അമേരിക്കൻ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് കൂടുതൽ ശേഷി നൽകുന്നുണ്ട്. ഈ സഹകരണം ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വർഷങ്ങളായി ഇറാൻ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ്. ഇസ്രായേൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആണവശക്തിയായാൽ അത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന ഭയം ഇസ്രായേലിനുമുണ്ട്. അതിനാൽ റഷ്യയുടെ ഈ നീക്കം ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ സങ്കീർണമാക്കുകയും മേഖലയിൽ ഒരു പുതിയ സൈനിക സംഘർഷത്തിന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ഈ നീക്കം ആണവായുധ നിർവ്യാപന കരാറുകളെ ദുർബലപ്പെടുത്തുകയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് വഴി തെളിയിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സഖ്യം അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും. ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കത്തിൽ റഷ്യയുടെ ഇറാൻ പിന്തുണ കേവലം നയതന്ത്രപരമായ ഒരു നീക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്കെതിരായ ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ്. ഈ സഹകരണം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തേക്കാം. റഷ്യ ഇറാൻ ബന്ധങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലം കൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പലപ്പോഴും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാനിലെ ബുഷർ ആണവ നിലയം നിർമ്മിച്ചത്. 1995 ഇതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യാ വികസനത്തിന് റഷ്യയ്ക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം റഷ്യ ഇറാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഈ സഹകരണം റഷ്യയ്ക്ക് പശ്ചിമേഷ്യയിൽ ശക്തമായ ഒരു സൈനിക അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുമ്പോൾ റഷ്യയും ഇറാനും പരസ്പരം സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള ഉപരോധങ്ങൾ റഷ്യയെയും അമേരിക്കയിൽ നിന്നുള്ള ഉപരോധങ്ങൾ ഇറാനെയും ലക്ഷ്യമിട്ടപ്പോൾ ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര വഴികൾ കണ്ടെത്തി. ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥകളെ നിലനിർത്താൻ സഹായിച്ചു. റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ വ്യക്തമായ തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. അത് കേവലം ഒരു സൗഹൃദപരമായ നീക്കമായിട്ട് കാണാൻ കഴിയില്ല, മറിച്ച് റഷ്യയുടെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം കുറയ്ക്കുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം. ഇറാനെ പിന്തുണയ്ക്കുന്നതിലൂടെ റഷ്യയ്ക്ക് മേഖലയിൽ ഒരു ശക്തമായ സഖ്യകക്ഷിയെ ലഭിക്കുന്നു. ഇത് അമേരിക്കയുടെ നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ റഷ്യയെ സഹായിക്കുന്നു. ഇറാനുമായി ആയുധ കച്ചവടം, ഊർജ്ജ പദ്ധതികൾ എന്നിവയിൽ സഹകരിക്കുന്നതിലൂടെ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ കാരണം റഷ്യയുടെ പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾ ദുർബലമായപ്പോൾ ഇറാൻ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയായി മാറി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയ്ക്ക് പുതിയ വ്യാപാര പാതകൾ അത്യാവശ്യമാണ്. ഇറാന്റെ സഹായത്തോടെ റഷ്യയ്ക്ക് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള വഴികൾ തുറന്നു കിട്ടി. ഇറാനെ പിന്തുണയ്ക്കുന്നതിലൂടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയാണ്. പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി റഷ്യയെ ഉയർത്തിക്കാട്ടാനും അതുവഴി ആഗോളതലത്തിൽ അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും റഷ്യയ്ക്ക് സാധിക്കുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.